പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷനിലേക്കുള്ള 6th-ന്റെയും 9th-ന്റെയും ക്രാഷ് ബാച്ചസ് നമുക്കിപ്പോൾ റണ്ണിംഗ് ആണ്. അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9496949929 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഹായ് ഓൾ, വെൽക്കം ടു CC+. ഞാൻ കാർത്തിക. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും അല്ലേ, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ജനുവരി 18 പരീക്ഷ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡേറ്റ് വളരെ ക്ലോസ് ബൈ ആണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരുപാട് ദിവസമൊന്നും ഇനി നമ്മുടെ മുന്നിലില്ല. അപ്പൊ ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസിന്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഈ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനു മുന്നേ സൈനിക് സ്കൂൾ എൻട്രൻസ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന കുട്ടികൾക്കും 9ാം ക്ലാസ്സിലോട്ട്, അതായത് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് 6ാം ക്ലാസ്സിലോട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടും ഇപ്പോൾ 8ൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് 9ാം ക്ലാസ്സിലോട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ട്, സൈനിക് സ്കൂളിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടാണ് 6th-നും 9th-നും വേണ്ടിയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ സിലബസ് എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് ജനുവരി 18 എക്സാം ആണല്ലേ. ഈ പറയുന്ന ഒരു മാസം ഒന്നും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് നമുക്ക് സ്കൂളിലേക്കുള്ള എക്സാംസ് വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളും പരീക്ഷയും ടെൻഷനും എല്ലാം അടങ്ങിയ ഒരു മാസം കഴിയുമ്പോഴേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ജനുവരി 18 എക്സാം എത്തുന്നത്. അപ്പൊ ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ ഇനി എങ്ങനെ സ്ട്രാറ്റജിക്കൽ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം, എന്താണ്, ഏതൊക്കെ ഫോക്കസ് ഏരിയാസ് നോക്കിയാലാണ് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ മാർക്ക് കൂടുതൽ നേടി ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസിന്റെ സിലബസ് അനുസരിച്ച് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് മാത്സ് ഉണ്ട് അല്ലേ, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, ഓക്കെ, പിന്നെ റീസണിങ് അതായത് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. അപ്പൊ ഈ GK പോർഷൻ എന്ന് പറയുന്ന അവർക്ക് സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ എന്നൊക്കെ ഈ പറയുന്ന 6th ഗ്രേഡ് വരെയുള്ള ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് GKയിൽ നിന്ന് വരുന്നത്. പക്ഷെ 9th-ലോട്ട് വരുമ്പോൾ ഈ കേസ്, അതായത് സിലബസിന്റെ കേസ് ഡിഫറൻസ് ആണ്, അത് ഡിഫറെന്റ് ആണ്. അതായത് മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസ് അവർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ GK എന്ന് പറയുന്നത് അവർക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സയൻസിൽ നിന്നുള്ള പോർഷനും സോഷ്യൽ നിന്നുള്ള പോർഷനും ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള എൻട്രൻസ് എക്സാമിനേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈനിക് സ്കൂൾ എൻട്രൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പക്ഷെ NTA നടത്തുന്ന ഒരു എക്സാം ആണല്ലേ, അപ്പൊ അത്രേ ഗ്രേഡ് കൂടി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ ആ രീതിയിലുള്ള ഒരു സിലബസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ ഇനി ഈ പറയുന്ന ജനുവരി 18 എന്ന് പറയുന്ന ഡേറ്റിൽ നമ്മൾ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. അതിന് നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് ഏരിയാസ് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ച് ഫോക്കസ് ഏരിയാസ്. അതായത് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ പറഞ്ഞു 6th-ലാണെന്നുണ്ടെങ്കിലും, ഓക്കെ, 6th സ്റ്റാൻഡേർഡിനാണെന്നുണ്ടെങ്കിലും 9th സ്റ്റാൻഡേർഡിനാണെന്നുണ്ടെങ്കിലും GK എന്ന് പറയുന്നത്, ഇപ്പൊ 9th-നാണെന്നുണ്ടെങ്കിൽ സയൻസും സോഷ്യലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന 6th സ്റ്റാൻഡേർഡിന്റെ GK എന്ന് പറയുന്നത് ഇത് പറഞ്ഞ പോലെ ഒരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറത്തിലുള്ളവരുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പഠിച്ചു പോകാവുന്നതാണ്. പക്ഷെ ഇനി ഈ കുറച്ച് സമയത്തിനുള്ളിൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാത്സിനും ഇംഗ്ലീഷിനും നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, മാത്സിനും ഇംഗ്ലീഷിനും ഫോക്കസ് കൊടുക്കുക. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഈ പറയുന്ന മാത്സിന് 2 എക്സാമിനും 6th-നാണെങ്കിലും 9th-നാണെങ്കിലും ടോട്ടൽ വരുന്ന മാർക്കിന്റെ പകുതി മാർക്കും എവിടെ നിന്ന് തന്നെയാണ്, മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ 6th സൈനിക്കിന്റെ കുറച്ച് ഫോക്കസ് ഏരിയാസ് പറയാം. അതായത് മെഷർമെന്റ്സ്, ഏരിയ ആൻഡ് വോളിയം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ഫ്രാക്ഷൻസ്, LCM SCF, പെർസെൻറ്റേജ്, നമ്പർ സിസ്റ്റം, ഡെസിമൽ. ഓക്കെ, അത് കൃത്യമായിട്ട് ഈ പോർഷൻസ് മാത്സിൽ ഇപ്പം ഞാൻ ഈ റീഡ് ഔട്ട് ചെയ്ത ഈ പോർഷൻസ് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയാസ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. അതായത് മെഷർമെന്റ്സ് പറയുന്നുണ്ട്, ദെൻ ഏരിയ ആൻഡ് വോളിയം. ഓക്കെ, ഏരിയ ആൻഡ് വോളിയം മാത്സിൽ നിന്ന് വരുന്ന ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത് മറ്റൊരു ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഫ്രാക്ഷൻസ്. ഓക്കെ, ഫ്രാക്ഷൻസ്, LCM HCF. ഓക്കെ, LCM HCF,
അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഓക്കെ, പെർസെൻറ്റേജ് നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ് നമ്പർ സിസ്റ്റം, ഓക്കെ, പെർസെൻറ്റേജ് നമ്പർ സിസ്റ്റം ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെർസെൻറ്റേജ് നമ്പർ സിസ്റ്റം, പിന്നെ നോക്കിക്കേ ഡെസിമൽ, ഓക്കെ, ഡെസിമൽ. ഇത്രയും ഏരിയാസ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. 6th മാത്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 6th മാത്സിന്റെ കാര്യം, ഓക്കെ, 6th മാത്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അതുപോലെ തന്നെ 9th മാത്സിന്റെ കേസ് പറയുമ്പോൾ, ഓക്കെ, 9th മാത്സിന്റെ കേസ് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന സർഫസ് ഏരിയ, ഓക്കെ, ഏരിയ, വോളിയം, പെരിമീറ്റർ, അതൊക്കെ പലതിൻ്റെയും വരും കേട്ടോ. വോളിയം, പെരിമീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററൽസ്, ഓക്കെ, ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ദെൻ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ്, ഓക്കെ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് മൊത്തം എഴുതുന്നില്ല പറയുന്നുള്ളത് കൊണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലീനിയർ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, ഓക്കെ, ടൈം ആൻഡ് വർക്ക്, പ്രോബബിലിറ്റി, ഓക്കെ, ടൈം ആൻഡ് വർക്ക്, പ്രോബബിലിറ്റി, ഓക്കെ, പ്രോബബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ ട്രയാങ്കിൾസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രയാങ്കിൾസ് എന്നൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഈ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? മാത്സിലെ ഈ പറയുന്ന മിസ് ഇപ്പോൾ പറഞ്ഞ ഈ ഏരിയാസിന് ഫോക്കസ് കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഫോക്കസ് കൊടുക്കാൻ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതായിട്ട്, ഓക്കെ, കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഏരിയയ്ക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കുക, ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്, ഓക്കെ, ഇങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ ഇപ്പോൾ മാത്സിന്റെ കാര്യം ക്ലിയർ ആയി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? 6th-ന്റെയും 9th-ന്റെയും ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന പോർഷൻസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾ ഒരു ഫോക്കസ് ഏരിയ, അതായത് ഇംഗ്ലീഷിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. GK പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ റീസൺ ആണ് പറഞ്ഞത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ പോയാൽ ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പം ഇംഗ്ലീഷിൽ നിന്നുള്ള പോർഷൻസ് 6th-ന്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം സ്പെല്ലിങ്, ഓക്കെ, 6th-ന്റെ ആണെന്നുണ്ടെങ്കിൽ സ്പെല്ലിങ് നോക്കണം. പിന്നെ അതായത് കറക്റ്റ് സ്പെല്ലിങ് എഴുതാനുള്ള ചോദ്യങ്ങൾ വരും. എഴുതാന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓപ്പോസിറ്റ് വേർഡ്സ്, ഓക്കെ, ഓപ്പോസിറ്റ് വേർഡ്സ്. ദെൻ ആർട്ടിക്കിൾസ് വരും. ടെൻസ്, ഓക്കെ, ടെൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. കോംപ്രഹെൻഷൻ പാസേജസ്, ഓക്കെ, കോംപ്രഹെൻഷൻ പാസേജ്. അഡ്ജക്റ്റീവ്, ഓക്കെ, അഡ്ജക്റ്റീവ്. ദെൻ ക്വസ്റ്റ്യൻ ടാഗ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ദെൻ വെർബ് ഫോം, ദെൻ പ്രിപ്പോസിഷൻസ്. ഇത്രയും ഏരിയാസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഈ പറയുന്ന ഇംഗ്ലീഷിൽ നിന്ന് ഈ ഏരിയാസ് പഠിച്ചിട്ട് പോകണം. ഈ ഏരിയാസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി 9th-ന്റെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഓക്കെ, പ്രതീക്ഷിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ദെൻ ക്വസ്റ്റ്യൻ ടാഗ്, ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗ് വരും. കൺജങ്ഷൻ, ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്, കൺജങ്ഷൻ. പിന്നെ നോക്കിക്കേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതുപോലെ തന്നെ ഇപ്പറ വന്നിരുന്ന ഈ പറയുന്ന കറക്റ്റ് സ്പെല്ലിങ്, കോംപ്രഹെൻഷൻ പാസേജ് എല്ലാം ഇവിടെയും 9th സ്റ്റാൻഡേർഡിനും വരുന്നതാണ് കേട്ടോ. അഡ്വർബ്, ഓപ്പോസിറ്റ് വേർഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന 9th സ്റ്റാൻഡേർഡിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന, ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മാത്സിനും ഇംഗ്ലീഷിനും, കാരണം പകുതി മാർക്കും മാത്സിൽ നിന്നാണ് പറഞ്ഞതുകൊണ്ട് മാത്സിനും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും, ഓക്കെ, ഫോക്കസ് ഏരിയാസ് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിക്കുക. അവിടെ നിന്നുള്ള PYQs ചെയ്തു നോക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന GK-യിലെ പോർഷൻ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട്, അതിൽ നിന്ന് വരുന്ന GK-യിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് GK-യിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഏരിയാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാൻസ് ഫോംസ് ഒക്കെ എപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിലെ ഡാൻസ് ഫോമുകളൊക്കെ GK-യിൽ ചോദിക്കുന്നതായിട്ട്, റിപ്പീറ്റഡ് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഏരിയാസ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇങ്ങനെയെല്ലാം
പഠിച്ചിട്ട് പോകാനായിട്ട് ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാന്നൊക്കെ ഞാൻ പറയുമ്പം ഇതിനെല്ലാം നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ GK എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ ഗൈഡ് ആകാനായിട്ട് CC+ നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷനിലേക്കുള്ള 6th-ന്റെയും 9th-ന്റെയും ക്രാഷ് ബാച്ചസ് നമുക്കിപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CC+ന്റെ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് ഈ പറയുന്ന എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9496949929 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ പറയുന്ന ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ക്രാഷ് ബാച്ചിന്റെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും മടിക്കണ്ട. ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സൈനിക് സ്കൂൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ, സൈനിക് സ്കൂൾ എൻട്രൻസ് നേടിയെടുത്തോ. താങ്ക്